നമസ്തേ, ഇത് ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു പുതിയ കോഴ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, മൂഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെ നമ്മൾക്ക് സെറ്റ് ചെയ്ത് ഓൺലൈനായിട്ട് കൃത്യമായിട്ടുള്ള കാലയളവുകളിൽ റിലീസ് ചെയ്യാൻ പറ്റുകയും അതേസമയം തന്നെ കുട്ടികൾക്ക് സമയബന്ധിതമായിട്ട് അത് കാണാൻ പറ്റുകയും അതിൻ്റെ അസൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുകയും അത് നമ്മളുടെ അതായത് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ അസൈൻമെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കുട്ടികൾക്ക് അറിയിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയുമാണ് ഏകദേശം ഒരു റഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂഡിൽ കൊണ്ട് ഇനിയും വളരെ വിശാലമായ അർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ പലതും ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത്, നിങ്ങൾക്ക് നിങ്ങൾ ആ കോഴ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ രണ്ട് ഭാഗങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ഈ കോഴ്സിൻ്റെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന മൂഡിൽ പ്രോഗ്രാമിൻ്റെ പേരുള്ള ഒരു വിൻഡോ, അത് ഇടതുവശത്തായിട്ട് കാണാം. വലതുവശത്ത് ലാബ് എന്ന പേരിൽ നിങ്ങൾക്ക് പ്രവർത്തിച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മൂഡിൽ പ്ലാറ്റ്ഫോം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സെർവറിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഓരോ വീഡിയോ കണ്ടു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ലാബ് എന്ന ഭാഗത്ത് പോയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ നമുക്കിത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഈ കോഴ്സിന് ആദ്യം തന്നെ നമ്മൾ ഏത് കോഴ്സ് ഓൺ ചെയ്തെടുത്താലും നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതിൻ്റെ ടോപ്പ് റൈറ്റ് എഡ്ജിൽ കാണുന്ന ഒരു ഗിയർ വീല് പോലെയുള്ള ഒരു പൽചക്രം പോലെയുള്ള ഒരു ഭാഗമുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് സെറ്റിങ്സ് എന്ന് കാണാം, ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ളത് കാണാം. അപ്പോൾ എഡിറ്റിംഗ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് പല രീതിയിൽ കുറേ ഇതുകൾ കാണാം. ജനറൽ എന്ന പേരിൽ കാണാം, അനൗൺസ്മെൻറ്റ്, പിന്നെ കുറേ ആഴ്ചകളുടെ പേര്, അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ ആഴ്ചകളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്? അത് ഇപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു എന്ന് തന്നെയുള്ളൂ. പക്ഷെ നമുക്കത് വേറൊരു തരത്തിൽ കൂടി ചെയ്യാം. ഇതിപ്പോൾ 8 തൊട്ട് 14 വരെ ഒരാഴ്ച, 15 തൊട്ട് 21 വരെ ആഴ്ച. അപ്പോൾ ആഴ്ചകളായിട്ട് നമ്മളുടെ കോഴ്സിനെ ഡിവൈഡ് ചെയ്യാം, ഒരാഴ്ചയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്. ഇനി അത് പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമുക്ക് ഒരു ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞത് മാതിരി ഈ ആഴ്ചയിൽ നമുക്ക് 2 ക്ലാസ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് ചെയ്താൽ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കോഴ്സിൻ്റെ കാര്യത്തിൽ വേറെ ചെറിയ മാറ്റങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടെ ജനറൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ജനറലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ളത് വീണ്ടും കാണാം. എഡിറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജനറൽ എന്ന പേരിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അത് മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേര് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ന്യൂ എന്നുള്ള ന്യൂ നെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ന്യൂ നെയിം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് വിചാരിക്കുക. ആ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതിൽ വയ്ക്കാം. അതായത് ഇവിടെ നമുക്ക് എഴുതി ചേർക്കാം. ഉദാഹരണത്തിന് നമുക്ക് ഈ കോഴ്സിനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് ന്യൂ എന്നുള്ള പേര് എങ്ങനെ വന്നു, 2 ഇതിനെക്കുറിച്ച് അങ്ങനെ നമുക്ക് പലതരത്തിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതുവരെ ജനറൽ എന്ന് കണ്ടിട്ടുള്ളതിൻ്റെ പേര് ന്യൂ നെയിം എന്നായി മാറി. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ അതിൽ വരികയും ചെയ്തു. ഇനി നമുക്കത് മാറ്റണം എന്ന് വെച്ചാൽ അപ്പോഴും നമുക്ക് എഡിറ്റ് സെക്ഷൻ എന്നുള്ളതിൽ ആ സെക്ഷനെ എഡിറ്റ് ചെയ്ത്
ഈ പേര് നമുക്ക് മാറ്റിയിട്ട് പഴയ മാതിരി തന്നെ ആക്കണമെങ്കിൽ ആക്കാം, ജനറൽ എന്നാക്കണമെങ്കിൽ ആക്കാം. ഈ സംഭവങ്ങൾ നമുക്ക് എന്താ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ജനറൽ എന്ന പഴയ പേരിലേക്ക് വന്നു. ഇനി നമ്മളിവിടെ മറ്റേ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് ഇതിലേക്ക്, ഈ കോഴ്സിലേക്ക് നമുക്കൊരു ആക്ടിവിറ്റി ആഡ് ചെയ്യണം. അതായത് നമുക്ക് ഈ കോഴ്സിലേക്ക് ഒരു അനൗൺസ്മെന്റ് നടത്തണം. അതായത് ഈ കോഴ്സിൽ നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ അനൗൺസ്മെന്റ്സ് എന്നുള്ള ഭാഗത്തിൽ അവിടെ എഡിറ്റിംഗ് കൊടുക്കാം, എഡിറ്റ് സെറ്റിങ്സ്. അപ്പോൾ അനൗൺസ്മെന്റ് എന്നുള്ള ഇതിനെക്കുറിച്ച്, ഈ അനൗൺസ്മെന്റിൽ നമുക്ക് ഒന്നാമത്തതായിട്ടൊരു അനൗൺസ്മെന്റ് ആണ്. അപ്പോൾ അനൗൺസ്മെന്റ് 1 എന്ന് എഴുതി ഇതിൽ നമുക്ക് ഈ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. 2 അങ്ങനെ 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ പലതരത്തിൽ ചേർക്കാം. അപ്പോൾ ഇത് ഓരോ അധ്യാപകനും നമുക്ക് ചെയ്യാവുന്ന വേറെ വേറെ കാര്യങ്ങളാണ്. ഇതിലും അതുപോലെ തന്നെ ഈ എഴുതിയത് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ ഓൺ കോഴ്സ് പേജ് എന്ന് കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ സേവ് ആൻഡ് റിട്ടേൺ ടു ദി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടോ, അനൗൺസ്മെന്റ് എന്നുള്ളതിന് പേര് അനൗൺസ്മെന്റ് 1 എന്ന് വന്നു. ജനറൽ ന്യൂസ് ആൻഡ് അനൗൺസ്മെന്റ്സ്, ഇത് ഈ പറഞ്ഞ നമ്മൾ അടിച്ചത് മുഴുവൻ ഇതിൽ കയറി. ഇനി വീണ്ടും നമുക്ക് പഴയ രീതിയിൽ വേണമെന്ന് വെച്ചാൽ എഡിറ്റ് സെറ്റിങ്സിലേക്ക് പോവുക. എഡിറ്റ് സെറ്റിങ്സിൽ അനൗൺസ്മെന്റ് എന്നുള്ളത് നമുക്ക് വേണ്ട, എനിക്ക് പഴയതിനോട് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ആക്കി വീണ്ടും നമുക്കിവിടെ സേവ് ആൻഡ് റിട്ടേൺ ടു ദി കോഴ്സ് എന്ന് പറയാം. അപ്പോൾ വീണ്ടും പഴയ മാതിരി. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.